അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലെ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ വിശന്നിട്ടുള്ള ഭയങ്കര ക്ഷീണത്തിലായിരുന്നു എല്ലാവരും. ഇപ്പോൾ ചോറ് വെച്ച ക്ഷീണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണെങ്കിലും ഇതൊന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ സുദീർഘമായി പറഞ്ഞില്ല. നിയോജക മണ്ഡലം ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ മേൽ കമ്മിറ്റിയുടെ ചില നിർദ്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമയുള്ളത്. രാവിലെയുള്ള ആൾക്കാരിൽ പലരും ഉച്ചയ്ക്ക് ശേഷം കാണുന്നില്ല. ഇനി വന്നെങ്കിലായി, ഇല്ലെങ്കിൽ അതിൽ തന്നെ പോയി. ഏതായാലും ഒരു ക്യാമ്പിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ക്യാമ്പ് അംഗങ്ങൾ ആ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണം. ക്യാമ്പിന് വേണ്ടി മാറ്റിവെക്കുക. നമ്മളെല്ലാത്തിലും നമ്മൾ ആത്മാർത്ഥത കാണിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അതിൻ്റെതായ അതിലേക്ക് ആവശ്യമായ ആത്മാർത്ഥത കാണിക്കണം. അത് വാർഡ് സെക്രട്ടറി ആണെങ്കിലും, വാർഡ് പ്രസിഡന്റ് ആണെങ്കിലും, മറ്റു ഭാരവാഹി ആണെങ്കിലും, ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആണെങ്കിലും, പഞ്ചായത്തിന്റെ കൗൺസിലർ ആണെങ്കിലും, എല്ലാത്തിനും അവർക്ക് അവരുടേതായ ഓരോ കടമകൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് രാവിലെ 8:30-9 മണി തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കണം എന്ന് പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ചാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ചെമ്മനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഈ ക്യാമ്പ് എന്തുകൊണ്ടും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരുക്കം 2025 എന്ന രീതിയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പിന്റെ മുന്നോടിയായിട്ടാണ്, ആ ക്യാമ്പിന്റെ തീരുമാനപ്രകാരമാണ് ഓരോ പഞ്ചായത്തിലും ക്യാമ്പ് വെക്കണം എന്ന് പറഞ്ഞത്. അതിൽ ആദ്യത്തെ ക്യാമ്പാണ് ഈ ചെമ്മനാട് പഞ്ചായത്ത് വെച്ചുള്ളത്. മറ്റെല്ലാ പഞ്ചായത്തുകളൊക്കെ ഓരോ തീയതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ക്യാമ്പ് എന്തുകൊണ്ട് വന്നിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നു, നിങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ആദ്യം തന്നെ നിങ്ങൾ കാണിച്ചത് ഇതിന്റെ ഒരു ഹാജർ, കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളില് ഭാരവാഹികളിൽ എത്ര മീറ്റിംഗ് ചേർന്നു, ആ ഭാരവാഹികളിൽ എത്ര പേര് പങ്കെടുത്തു എന്നുള്ള ഒരു ഹാജർ ഇവിടെ സെക്രട്ടറിയോട് അവതരിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവർത്തക സമിതിയിൽ പങ്കെടുത്തവർ ആകെ ചേർന്ന യോഗങ്ങൾ, അതിൽ മുഴുവനായും പങ്കെടുത്തവർ 7 പ്രവർത്തക സമിതി യോഗം ചേർന്നു എന്നാണ് അതിൽ കാണിക്കുന്നത്. 7 യോഗത്തിലും പങ്കെടുത്ത പ്രവർത്തക സമിതി അംഗങ്ങൾ 3-4 പേര് മാത്രമാണ് അതിൽ കണ്ടത്. ബാക്കി ഭാരവാഹികൾ പങ്കെടുത്തിട്ടുണ്ട്. ഭാരവാഹികൾക്ക് പുറമെ 3-4 പേര് മാത്രമാണ് 7 യോഗത്തിലും പങ്കെടുത്തത്. അതുപോലെ തന്നെ മറ്റ് പല ഭരണസമിതി അംഗങ്ങളെ വിളിച്ചത്, ഭരണസമിതിയെ വിളിച്ചു. അതിൽ പങ്കെടുത്ത എല്ലാ ഭരണസമിതി അംഗങ്ങളും അതിൽ പങ്കെടുത്തിട്ടില്ല. അതിലിപ്പം ഒരാൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പങ്കെടുക്കാത്തത്. അപ്പൊ ഇതിനൊരു കൃത്യമായ ഒരു നിലപാടും ഒരു നിഷ്ഠയുമുണ്ട്. അത് അനുസരിച്ച് തന്നെ നമ്മൾ പോകണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിത് പറയുന്നത്, നിങ്ങളെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, വാർഡ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇരിക്കുന്നുണ്ട്. ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും പിന്നെ നിയോജക മണ്ഡലത്തിന്റെ ജില്ലയുടെ ഭാരവാഹി ആണെങ്കിലും ആ വാർഡിൽ അവർ അംഗങ്ങളാണ്. ആ വാർഡിലെ യോഗത്തിൽ അവരെല്ലാവരും പങ്കെടുക്കേണ്ടതുണ്ട്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വാർഡ് കമ്മിറ്റിയാണ്. ഞാനെപ്പോഴും എൻ്റെ വാർഡ് പ്രസിഡന്റ് സെക്രട്ടറിനെ ഭയങ്കര ബഹുമാനിക്കും. എൻ്റെ അടിസ്ഥാനം ആ വാർഡ് പ്രസിഡന്റ് സെക്രട്ടറിയാണ്. ആ വാർഡിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ആ വാർഡ് പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പ്രവർത്തനം നമ്മുടെ വാർഡിൽ നിന്ന് നമ്മൾ തുടങ്ങണം എന്നുള്ളതാണ്. ഞാനിപ്പോ എൻ്റെ വാർഡിൽ ഒരു കുന്തും ഇല്ലാതെ ഞാനിപ്പോ ഇവിടെ ചെമ്മനാട് പഞ്ചായത്തിൽ വന്നിട്ട് ഇവിടെ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ട് എന്ത് കാര്യം?
അപ്പൊ എൻ്റെ വാർഡിൽ പെർഫെക്റ്റ് ആക്കണം എന്നുള്ളത് എൻ്റെ കടമയാണ്. അതുപോലെ ഓരോരുത്തരും ഏറ്റെടുക്കണം. ചന്ദ്രിക ചേർക്കണം എന്ന് പറഞ്ഞു. ചന്ദ്രിക എടുക്കാത്ത ആളുകളുണ്ട്. ഒരു പാർട്ടി ഒന്ന് നിർദ്ദേശിച്ചത്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതാണ്. ഒന്ന്, പഞ്ചായത്ത് കൗൺസിലാണെങ്കിൽ, വാർഡിൽ നിന്ന് പഞ്ചായത്ത് കൗൺസിലാണെങ്കിൽ ചന്ദ്രിക പരിഷ്കാരാക്കണം. അപ്പൊ അതുകൊണ്ട് വാർഡ് കമ്മിറ്റിയിൽ നിന്ന് ഈ പഞ്ചായത്ത് കൗൺസിലർമാര് ചന്ദ്രിക എടുക്കാത്തവര് പഞ്ചായത്ത് കൗൺസിലല്ല, അവര് പിന്നെ വിളിക്കണമെന്നില്ല, അവര് പോയി. അപ്പൊ പിന്നെ വേറെ കൗൺസിൽ അംഗങ്ങളെ വിളിക്കുന്ന യോഗത്തിൽ അവരെ വിളിക്കണമെന്നില്ല. വാർഡ് ഭാരവാഹികൾ എല്ലാവരും ചന്ദ്രിക എടുക്കണം എന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ചന്ദ്രിക എടുക്കണം എന്ന് പറഞ്ഞു. എത്ര പേര് എടുക്കുന്നുണ്ട്? എടുക്കാത്തവരുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായും ചന്ദ്രിക പത്രം എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പിന്നെ ഈ 2025 ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ ചുരുക്കുകയാണ്. നിങ്ങളുടെ ചർച്ചക്കാണ് എനിക്ക് കൂടുതൽ അവസരം. ആ ചർച്ച ഒന്ന് എന്താണ് എന്നുള്ളതും കൂടി നമുക്കറിയേണ്ടത്. ആ വാർഡിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്നതിനെ കുറിച്ച്. അപ്പൊ അതില് ഞാൻ അതേ ചർച്ചയിലേക്ക് ഞാൻ തുടക്കം കുറിക്കുന്നത്, നിങ്ങളുടെ വാർഡിൽ ഈ 2025 തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുമ്പോ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് മുമ്പ് നമ്മളൊരു ഒരുക്കമുണ്ട്. ഒന്ന്, വീടൊക്കെ പെയിന്റൊക്കെ അടിക്കും, നന്നാക്കും, കുറച്ച് അവിടെ വൃത്തിയാക്കേണ്ടതിൽ വൃത്തിയാക്കും, അല്ലെ, റോഡൊക്കെ ഒന്ന് നന്നാക്കും. അങ്ങനെയുള്ള ഒരു ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അതിൽ കൂട്ടേണ്ട ആൾക്കാരെല്ലാം നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ പോയിട്ട് ബന്ധപ്പെടും. ഇങ്ങനെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്രാം തീയതിയാണ് മംഗലം, അപ്പൊ നിങ്ങളിലും വന്നൊന്ന് സന്തോഷിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കുറച്ച് ചൊടി നമ്മളോട് ആരോടും ഉണ്ടെങ്കിൽ ആ ചൊടിക്കാരെല്ലാം ഒന്ന് പോയിട്ട് ഒന്ന് നമ്മൾ സമാധാനിപ്പിച്ചിട്ടൊന്ന്. അതെന്തിനാണ്? നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം ഒന്ന് ഗംഭീരാവണം. അത് നമ്മുടെ ആവശ്യമാണ്. അതൊന്ന് വിജയിക്കണം. എൻ്റെ മോന്റെ കല്യാണം വിജയിക്കണം എന്നുള്ള ഒരു ആവശ്യം, ഒരു ആഗ്രഹം. അതേപോലെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ നമ്മുടെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വോട്ടിന് തോറ്റതാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ വോട്ടിന് ജയിച്ചതാണെങ്കിൽ, ആ വാർഡിനെ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ആ വാർഡിനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ ഉള്ള ഒരുക്കങ്ങൾ ഇപ്പൊ നടത്തണം. ഇനി കുറച്ച് സമയം, 8 മാസത്തിനടുത്തുണ്ട്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ മിനുക്കു പണിയല്ല ഇപ്പൊ നമ്മൾ നടത്തണം. ഒന്ന്, ഗൃഹസന്ദർശനം നടത്തണം വാർഡ് കമ്മിറ്റിക്കാര്. എന്നിട്ട് നമ്മുടെ വാർഡ് ഇപ്പൊ കൃത്യമായി 11-ാം തീയതിയോടുകൂടി അതിലെ ചിത്രം തെളിയും എന്നാണ് തോന്നുന്നത്. ഈ 11-ാം തീയതിയോടുകൂടി ചിത്രം തെളിയും. അപ്പൊ അങ്ങനെ നമ്മുടെ വാർഡ് പുനഃക്രമീകരണം നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ വാർഡ് കമ്മിറ്റി രൂപീകരണമൊക്കെ വരും, പടുത്തുണ്ടാവും. പുതിയ വാർഡ് കമ്മിറ്റി രൂപീകരണം സംസ്ഥാന മുസ്ലിം കമ്മിറ്റി നിർദ്ദേശിക്കും. ആ നിർദ്ദേശം കൃത്യസമയത്ത് നിങ്ങൾ അറിയിക്കാം. അങ്ങനെ അറിയിക്കുമ്പോൾ വാർഡ് കമ്മിറ്റി, പുതിയ ക്രമീകരണങ്ങൾ വരും. അതിനു മുമ്പ് നിലവിലുള്ള വാർഡ് അനുസരിച്ചിട്ട് നമ്മൾ അവിടെ സെറ്റപ്പിന് വേണ്ടി പോകണം. ഒന്ന്, എല്ലാവരും ഒന്ന് മുഷാഫത്താക്കണം. എന്തെങ്കിലും ചെറിയ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ പിണക്കെല്ലാം തീർക്കണം. ഏതെങ്കിലും ബൾബ് വെക്കാത്തതിന്റെ പിണക്കായിരിക്കും, അല്ലെങ്കിൽ റോഡ് ടാർ ചെയ്യാത്തതിന്റെ, കോൺക്രീറ്റ് ചെയ്യാത്തതിന്റെ പിണക്കായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും യോഗത്തിലേക്ക് അവനെ വിളിക്കാത്തതിന്റെ പിണക്കായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള പിണക്കങ്ങൾ നമ്മുടെ വാർഡുകളിൽ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമയമാണ് ഇപ്പോ. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. വാർഡ് ഭാരവാഹികള് ഓരോ വാർഡിലും പിണക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെളുപ്പിന്റെ ഒക്കെ വിഷയങ്ങൾ അതൊക്കെ ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. പിന്നെ റോഡിന്റെ ഇപ്പം ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കത് ചിലപ്പോ നടപ്പിൽ വരുത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഈ മാർച്ചിനോട് കൂടി നടക്കുന്നു പറയാൻ പറ്റില്ല. പുതുതായിട്ട് TS ഒക്കെ കിട്ടിയിട്ട് വരണമെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിയും. അപ്പൊ അങ്ങനെ വരുന്നത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുമില്ലാതെ
നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയുള്ളത് വോട്ട് ചേർക്കൽ പ്രക്രിയ. നേരത്തെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിക്കേണ്ടായി, അതൊരു ക്യാമ്പയിനായിട്ട് നടത്തുകയാണ് എന്നുള്ളത്. അതെ, ക്യാമ്പയിനായിട്ട് നടത്തണം. ഒരു വാർഡിൽ ഒരാൾ പോലും വോട്ടില്ലാത്തവരായിട്ട് മാറാൻ പാടില്ല. നമ്മുടെ പുതിയ വോട്ടർമാരെ, പുതിയ തലമുറയിൽ പുതിയ വോട്ടർമാരെ നമ്മൾ കണ്ടെത്തണം. അവരെ വോട്ട് പിന്നെ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ചുരുക്കുക എന്നുള്ളതാണ് ഇപ്പൊ എഴുതിക്കുന്നത്. ഞാൻ ചുരുക്കാൻ തന്നെയാണ് ഒരുക്കിക്കൊണ്ടുള്ളത്. അപ്പൊ അത് എഴുതിട്ട് വേണമെന്നില്ല, ഞാൻ ചുരുക്കണമെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്ന് പറയട്ടെ. അപ്പൊ നിങ്ങള് പഞ്ചായത്ത് വാർഡ് കമ്മിറ്റികളിൽ വോട്ട് ചേർക്കുന്ന പ്രക്രിയ വളരെ കൃത്യമായി നടത്തി എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ഇതിന്റെ മുന്നൊരുക്കത്തിന്റെ ഒരു ഭാഗം എന്നുള്ളത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതില് സ്ഥാനാർത്ഥിയെ കണ്ടെത്തല് വെറുതെ ഒരു കുഴപ്പമുണ്ടാക്കും. ഓനെ സ്ഥാനാർത്ഥി ആക്കണം, മറ്റൊരുത്തവന്റെ സ്ഥാനാർത്ഥി ആക്കണ്ട എന്നുള്ളത് ഒരു തർക്കം ഉണ്ടാക്കിയിട്ട് അതിന്റെ പക്ഷം ചേർന്നിട്ട് ആ വാർഡിന് ഒരു കാരണമില്ലാണ്ട് ആ വാർഡിനെ നശിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഇതെന്താ പറഞ്ഞാൽ ഇവിടെ മുങ്ങിക്കുളിക്കാൻ വലിയ ആഴമുണ്ടല്ലോ. മുങ്ങിക്കുളിക്കാൻ അത്ര ആഴം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. ചെമ്മനാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. പാർട്ടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നീന്താം, കുളിക്കാം, മുങ്ങാം ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താക്കണം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇവിടെ ഈ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങളില്ലാത്ത തരത്തിലേക്ക് വാർഡ് കമ്മിറ്റി ഇപ്പോഴേ തന്നെ റെഡിയാക്കി കൊണ്ടുവരണം. നമ്മൾ ഇപ്പോൾ തന്നെ ഒരു സ്ഥാനാർത്ഥി ഇന്നാളെ സ്ഥാനാർത്ഥിയാക്കാം, ഇന്നാളെ നമ്മുടെ വാർഡ് സ്ഥാനാർത്ഥിയാക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നു വേണ്ട. എന്നിട്ട് അവനെ കൊണ്ട് അവിടെ കുറച്ച് വർക്ക് ചെയ്യിപ്പിക്കണം. അവനാണ് എന്ന് ഉറപ്പ് വരുത്തിക്കണം. എന്നിട്ട് അവനെ കൊണ്ട് കുറച്ച് വർക്ക് ചെയ്യിപ്പിക്കണം. ഒന്ന് എല്ലായിടത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ വീട് ക്യാമ്പയിൻ പോകുന്ന സമയത്ത് അവനെയും കൂടി കൊണ്ടുപോയിട്ട് അവനൊന്ന് എല്ലാത്തേക്കും ഒന്ന് പ്രദർശിപ്പിക്കണം, പരിചയപ്പെടുത്തണം. ആ തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പുഷ്പം പോലെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ആരെയും ഭയക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ UDF തലത്തിൽ തന്നെയാണ്, നമ്മൾ UDF തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പം മാറ്റമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. UDF തലത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. UDFന്റെ ഇപ്പൊ അടുത്ത് തന്നെ നമുക്കിപ്പോ ഇതിന്റെ മുന്നൊരുക്കം എന്നുള്ള തരത്തിൽ നമ്മളൊരു ക്യാമ്പ് നടത്താൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് UDF തലത്തിലായിട്ടും എങ്ങനെ ഈ ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കണം. ഇപ്പോ ഇത്രയും കാര്യം മുന്നേ നമ്മൾ പറയുന്നത് ആ ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഇതിനെ വേറെ തരത്തിലേക്ക് ആ വാർഡിനെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക്, വാർഡിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാനും നമുക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് കഴിയണം എന്നുള്ളത്. ഈ ചെമ്മനാട് പഞ്ചായത്തിന് മുമ്പും ചരിത്രമുണ്ട്. മുസ്ലിം ലീഗ് എപ്പോഴും ഇവിടെ മുന്നിലാണ്. എന്നിട്ട് നമുക്കിവിടെ ഭരണം കിട്ടിയില്ല, ഭരണം കിട്ടാത്ത കാലമുണ്ട്. മനസ്സിലായില്ലേ? ചെറിയ വ്യത്യാസത്തിൽ ഡ്രൈവ് തിരിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് ഭരണം നഷ്ടപ്പെട്ടതുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇന്ന് പലയിടത്തും ഭരണം നടത്തപ്പെടുന്ന ഉദുമ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനുള്ളത് ആകെയുള്ള ഭരണം ചെമ്മനാട് പഞ്ചായത്ത് മാത്രമാണ്. ഇപ്പോൾ UDFന് പുല്ലൂർപരിയും ചെമ്മനാടുമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്നത് പോലെ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് നിന്നാലും എവിടെയെങ്കിലും ഒരു പേശയ്ക്ക് വാർഡ് തലത്തിൽ നമുക്ക് വന്നാൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.